Hi all, welcome to Commerce Bites. So let's first start with the motivational quote. Here, believe you can and you are halfway there. നിങ്ങൾ ആദ്യം നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉറപ്പിക്കുക. എനിക്കിത് പറ്റും, എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. അതൊരു 50-50 അല്ല, 100% ബിലീവ് ചെയ്യുക. എനിക്കിത് പറ്റും, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബിലീഫ്, അതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങളൊരു 50% കംപ്ലീറ്റ് ചെയ്തു. ബാലൻസ് 50% നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? അല്ലാതെ അയ്യോ എനിക്ക് അറിയില്ല, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് പറ്റും, എനിക്ക് കിട്ടേണ്ടതാണ്, എനിക്ക് കിട്ടിയിരിക്കും എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാണെങ്കിൽ പോലും ഒരു ചിന്തയിലാണെങ്കിൽ പോലും വരാൻ പാടുള്ളൂ. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ആൻഡ് ബിഫോർ മൂവിങ് ടു ദാറ്റ്, ലാസ്റ്റ് ഡേ ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഐ മേക്ക് യു സം വോട്ട് ഒരു ഡൗട്ട്ഫുള്ളാക്കിയിട്ടാണ് ഞാനത് നിർത്തിയത്. ആൻഡ് സോ ഐ വിൽ ബി ഡിസ്കസിങ് റൈറ്റ് നൗ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ: Dash is centrally sponsored scheme under the Ministry of Human Resource Development, Government of India, aims at secondary education in public school. ഞാനതിൽ നോട്ട് ചെയ്തിരുന്ന ആൻസർ SSA ആണ്, വിച്ച് വാസ് സർവശിക്ഷ അഭിയാൻ. അത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. സർവശിക്ഷ അഭിയാനിൽ അവർ ഉദ്ദേശിക്കുന്നത് 6 to 14 years ഉള്ള സ്റ്റുഡൻസിന് ഉള്ള ഒരു കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ആൻസർ വേണ്ടിയിരുന്നത് RMSA, ദാറ്റ് ഈസ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, റൈറ്റ്? സോ ഡൗട്ട്ഫുള്ളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത്. Going to today's question, question number 10. General aptitude test battery is an example of. Options are: option A, aptitude test; option B, personality inventory; option C, questionnaire; and option D, attitude test. Here the answer will be option A, that is aptitude test. നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു കീവേഡ്. ഓക്കെ, ആൻഡ് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, റൈറ്റ്? Aptitude test is a systematic means a testing of a job candidate's ability to perform a specific task and react to different situation. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മളുടെ വർക്കറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ഓർഗനൈസേഷനിൽ ഒരു വർക്കറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്കൂളുകളിലും അത് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അക്കോർഡിംഗ് ടു സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമല്ല, മറിച്ച് അവർക്ക് എത്രത്തോളം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, അവർക്ക് എന്തിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അവർക്ക് കൂടുതൽ നോളജ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, so aptitude test for students is designed to assess what a person is capable of doing or to predict what a person is able to learn or do given the right education and instruction. It represents the person's level of competency to perform a certain type of task. അതായത് നമ്മളിപ്പോൾ കുറേ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവില്ലേ, അത് സ്റ്റുഡൻസിന് കൊടുത്തിട്ട് അവരെങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, അവർക്ക് എത്രത്തോളം കോമ്പിറ്റൻസി ഉണ്ട്, അതായത് അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, ആ ഒരു ആൻസർ സോർട്ട് ഔട്ട് ചെയ്യാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ആൻഡ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന മീനിങ് ആണ്. അതായത് നമ്മളുടെ കയ്യിൽ കുറച്ച് ഡീറ്റെയിൽസ്, ഒരു പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട് നമ്മളുടെ കയ്യിലുണ്ടാവുന്ന കുറച്ച് ഡീറ്റെയിൽസിനെയാണ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ദാറ്റ് കരിയർ കൗൺസിലേഴ്സ് ആൻഡ് അതർ കരിയർ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽ യൂസ് ടു ഹെൽപ്പ് പീപ്പിൾ ലേൺ അബൌട്ട് ദെയർ പേഴ്സണാലിറ്റി ടൈപ്പ്. നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഒരു കരിയർ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് പെട്ടെന്ന് മനസ്സിലാവും. അണ്ടർസ്റ്റുഡ്?
ഈ ഒരു പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിൽ നമുക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടും. ഇൻഫർമേഷൻസ് വിൽ ബി അബൌട്ട് ഇൻഡിവിജ്വൽസ് സോഷ്യൽ ട്രേറ്റ്സ്, മോട്ടിവേഷൻ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്തേക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും ഈ കൂട്ടത്തിൽ, റൈറ്റ്? സോ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, വാട്ട് ഈസ് യുവർ വീക്ക്നെസ്. ഈ ഓരോ പോയിൻറ്റ്സ് അവർ കളക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഇൻവെൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്. മനസ്സിലായോ? സോ പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഓക്കെ. ആൻഡ് ഓപ്ഷൻ സി വാസ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ ഇൻ ദ സെൻസ് ഒരു പ്രിൻറ്റഡ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. മേ ബി ചിലപ്പോൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും, ആസ് ഇഫ് നമ്മുടെ കേരള സെറ്റിൻ്റെ എക്സാം പോലെ തന്നെ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അവർ ക്വസ്റ്റ്യൻ തരും, നമ്മളതിൻ്റെ ആൻസർ എഴുതണം. അതാണ് ക്വസ്റ്റ്യനെയർ. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ആറ്റിറ്റ്യൂഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ കുട്ടികൾ കൂടുതലായിട്ട് പറയുന്ന വാക്കാണ് ആറ്റിറ്റ്യൂഡ്. അവൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ടൈപ്പാണ്, ഇല്ലെങ്കിൽ അവന് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ഭയങ്കര ജാഡാ, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് ആറ്റിറ്റ്യൂഡിന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത്. അതല്ലാതെ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ഉണ്ട്. അതായത് നമ്മളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മളുടെ ഫീലിങ്സ് എന്തായിരിക്കും, അപ്പോൾ നമ്മൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യുമോ, ഇല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ, അങ്ങനെയുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിനെയാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. അതൊരു മെഷർമെൻറ്റാണ്. 10, 9, 8, 7, 6 നമ്മൾ ആ കാറ്റഗറിയിൽ എവിടെ നിൽക്കും എന്ന് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഇതാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഐ ഹോപ്പ് ദീസ് 4 ഓപ്ഷൻസ് ആർ ഓൾ ക്ലിയർ ടു യു. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞു, ആൻഡ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി, and the third one was questionnaire, and the last one we have discussed aptitude scale. And ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളുടെ ആൻസർ, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്നാണ് ചോദിച്ചിരുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എൻ്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സീരീസ് കവർ ചെയ്ത കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. കാരണം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ഞാനൊരു 6 വീഡിയോസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. കാരണം ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് സെറ്റ് ഓഫ് 6 വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സീരീസ് എന്നാണ് ആ ഒരു സീരീസിൻ്റെ പേര്. And moving to the question number 11, the type of qualitative research which involves examining the past events to draw conclusion and make prediction about the future is. Options are option A, experimental research, option B, descriptive research, option C, historical research, and option D, quantitative research. ഈ 4 റിസർച്ചും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ തോ ഞാൻ നിങ്ങൾക്കൊന്ന് സിംഗിൾ ലൈനറിൽ ഒന്ന് പറഞ്ഞു തരാം. സോ ഫസ്റ്റ് വൺ, ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. വിത്തൗട്ട് നോ ഡൗട്ട് വി ക്യാൻ ടെൽ, റൈറ്റ്? കാര്യം അവിടെ നമ്മളുടെ ആ ഒരു കീവേഡായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സാമിനിങ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ടു ഡ്രോ ദ കൺക്ലൂഷൻ ആൻഡ് മേക്ക് ദ പ്രഡിക്ഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ. ഇത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നുള്ള, അതായത് നമ്മൾക്ക് ഉണ്ടാവുന്ന പാസ്റ്റ് ഇവൻറ്റ്സിന് ഒരു എക്സാമിനേഷൻ നമ്മൾ നടത്തും. ആ ഒരു എക്സാമിനേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻ കിട്ടും. ആ കൺക്ലൂഷനിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യും. അതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ഓപ്ഷൻ എ ഒന്ന് നോക്കാം, എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കീവേഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു തന്ന കീവേഡ്സ് ഉണ്ട്, അതെപ്പോഴും മൈൻഡിൽ വയ്ക്കാം. അതായത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ദാറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ പെർഫോമിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഇൻവോൾവിംഗ് മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലി, എൻവയൺമെൻറ്റ് ഓർ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. പിന്നത്തെ ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ഈസ് ടെസ്റ്റഡ് അണ്ടർ ദ കൺട്രോൾഡ് സെറ്റിങ്സ്.
സോ ഞാൻ പറഞ്ഞത് നിങ്ങളോട് മൈൻഡിൽ വെക്കാൻ പറഞ്ഞ കീവേഡ്സ് മാനിപ്പുലേഷൻ എന്നൊരു വേർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അങ്ങനെയുള്ള ഒരു കീവേഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞ 2 കീവേഡ് ഉണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി, നിങ്ങൾക്ക് 2 കണ്ണടച്ചും ആൻസർ ലോക്ക് ചെയ്യാം, അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നുള്ളത്. ആൻഡ് ഓപ്ഷൻ സി ബി പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആ ഒരു വേർഡിൽ പറയുന്ന പോലെ തന്നെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിറ്റുവേഷൻ, ഫിനോമിന, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്, അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ആൻഡ് ഓപ്ഷൻ സി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന്, എക്സാമിനിങ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് ടു ഡ്രോ ടു ദ കൺക്ലൂഷൻ ആൻഡ് മേക്ക് ദ പ്രഡിക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ആൻഡ് ഓപ്ഷൻ ഡി വി ഹാവ് ഡിസ്കസ്ഡ് ആസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. ഇറ്റ് ടെൽസ് അബൌട്ട് ഹൗ മച്ച്, എത്രത്തോളം, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും അതിൽ. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി സ്ട്രക്ചേർഡ് ആണ്. പിന്നെ DGP മോഡാണ്, അതായത് ഡിഡക്റ്റീവ്, ജനറൽ ടു പെർട്ടിക്കുലർ. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് ഓർക്കാൻ വേണ്ടിയിട്ട് DGP, പോലീസിലെ തന്നെ ഒരു പദവിയാണ് DGP എന്ന് പറയുന്നത്, ഡയറക്ടറേറ്റ് ജനറൽ പോലീസ് എന്നുള്ളത്. സോ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് എപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നാലും ആദ്യം വരേണ്ടത് DGP എന്നുള്ളതാണ്, അതായത് ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. അതായത് ജനറലിന്ന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, സോ അതാണ് DGP. ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് സർവേ, ഇൻ്റർവ്യൂസ്, ലോങ്ജിറ്റ്യൂഡിനൽ സ്റ്റഡീസ്, ഓൺലൈൻ പോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ദ സാമ്പിൾ സൈസ് ഇസ് കമ്പാരിറ്റീവ്ലി ലാർജർ ബട്ട് വിത്ത് ലെസ്സർ ഡെപ്ത് ആണ്. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് നൗ വി ഹാവ് കംപ്ലീറ്റഡ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ 4 ഓപ്ഷൻസ്, റൈറ്റ്? ആൻഡ് നമ്മുടെ ആൻസർ ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്, അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോളൂ. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ് സെഷൻ. Question number 13. An unsolicited email message sent to many recipients at once is known as. Options are option A worm, option B virus, option C spam and option D threat. നിങ്ങളൊക്കെ കുറേ അധികം കേട്ടിട്ടുണ്ടാവും സ്പാമിനെ പറ്റിയിട്ട്, റൈറ്റ്? സ്പാം മെസ്സേജസ് ആണ് അൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ജങ്ക് മെയിൽസ്. ഓക്കെ, ഈ ഒരു മെസ്സേജസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം കുറേ അധികം റെസിപ്പിയൻസിന് നമുക്ക് സെൻഡ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? ഇതാണ് സ്പാം മെസ്സേജസ് എന്നാണ് പൊതുവേ ഇതിനെ പറയാറുള്ളത്. സോ സ്പാം എന്ന് പറയുന്നത് ദീസ് ആർ അൺസോളിസിറ്റഡ് ഓർ ജങ്ക് മെയിൽസ്. സച്ച് മെയിൽസ് ആർ ജനറലി യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്സ്. ഈ മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് അഡ്വർടൈസ്മെൻറ്റ്സിനാണ്. ആൻഡ് ജിമെയിൽ ഹാസ് ഫിൽട്ടർ ഫോർ ഐഡൻറ്റിഫൈയിങ് സച്ച് മെയിൽസ്. അങ്ങനെയുള്ള മെയിൽസ് നമ്മുടെ ജിമെയിലിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ വരികയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും സ്പാം എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനി മെയിൽ വിത്ത് സസ്പീഷ്യസ് കണ്ടൻറ്റ് ആൻഡ് ലിങ്ക് ഗോസ് ടു ദ സ്പാം ഫോൾഡർ. ദ മെയിൽ ഫ്രം സ്പാം ഫോൾഡർ ഗെറ്റ് ഓട്ടോ ഡിലീറ്റഡ് ആഫ്റ്റർ 30 days. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോ ഡിലീറ്റഡ് ആയി പോവും. ആഫ്റ്റർ 30 days അതിൻ്റെ ആ ഒരു എക്സ്പയറി കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പൊക്കോളും. അതാണ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സ്പാം ആൻഡ് ദാറ്റ് ഈസ് ദ ആൻസർ. നമുക്കിനി ഓപ്ഷൻ എ വേം എന്താണെന്ന് നോക്കാം. വേം അക്കോർഡിംഗ് ടു കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് ദ അറ്റാക്ക് other devices on your network and will spread to the computer of a people you communicated. Worm എന്ന് പറയുന്നത് ഇറ്റ് അറ്റാക്സ് അതർ ഡിവൈസസ് ഓൺ യുവർ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിനെ കൂടെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ വേമിൻ്റെ പ്രത്യേകത. Worm attack other devices on your network and will spread to computers of people you communicated. I hope it's clear, right? And പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഓപ്ഷനാണ് ത്രെഡ്. ത്രെഡിൽ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ് ഈസ് എ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്ഷൻ ഓർ ഇവൻറ്റ് ഫെസിലിറ്റേറ്റഡ് ബൈ വൾനറബിലിറ്റി ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ അൺവാണ്ടഡ് ഇമ്പാക്റ്റ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ ആപ്ലിക്കേഷൻ. ഇതൊരു പൊട്ടൻഷ്യലി ആയിട്ട് ഒരു നെഗറ്റീവായിട്ടൊരു ആക്ഷനാണ്. അതിനെയാണ് ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഒരു ഭീഷണി എന്നൊക്കെ പറയില്ലേ, അതാണ് ത്രെഡ്. And the last one is virus.
വൈറസ് പറയുന്നത് എ കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ malicious software program loaded onto the user's computer without the user's knowledge and perform malicious action. It can self-replicate, insert itself onto other computer or files, infecting them in the പ്രോസസ്സ്. നമ്മൾ കുറേ അധികം പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയെന്നാണ് തോന്നുന്നത്. അതായത് മേ ബി ചിലപ്പോൾ ഈ വൈറസിൻ്റെ ഒരു ഫോൾഡർ ആയിരിക്കും നമ്മളുടെ ഇപ്പോൾ പെൻ ഡ്രൈവ് ഏതെങ്കിലും ഒന്ന് കുത്തി കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഒരു മൂവി കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ആ പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്യുന്നത്. ബട്ട് പെട്ടെന്നായിരിക്കും നമ്മളുടെ ആ ഒരു പെൻ ഡ്രൈവ് മുഴുവനായിട്ട് ബ്ലാങ്കായി പോവുകയോ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോൾഡർ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ കമ്പ്യൂട്ടറിലും വൈറസ് വരും. അതാണ് ഈ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അണ്ടർസ്റ്റുഡ്? സോ ഈ പറഞ്ഞ ടേംസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വേം പറഞ്ഞു, സ്പാം പറഞ്ഞു, ആൻഡ് ത്രെഡ് ആൻഡ് വൈറസ്, ഈ പറഞ്ഞ 4 ടേംസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ്. ഓക്കെ, so that's it for now. Let's see in the next video. Till then, work hard and study well. Okay.